ചേച്ചി. ആരാണ് ചേച്ചി? ഓ, എന്നാ ഭവതിയുടെ പേരെന്താ? മനീഷ. ഇന്ന് മനസ്സില്ലേ? മനസ്സില്ലേ പിന്നെ പറയണ്ട. മനീഷ. ആഹാ, നല്ല പേരാ. എന്താ ചൂട്? തണുത്തായിട്ട് ഒന്നുണ്ടോ കുടിക്കാൻ? ഫ്രഷ് ജ്യൂസ് ഉണ്ട്. അല്ലെങ്കിലും എനിക്ക് ഫ്രഷ് മാത്രമേ ഇഷ്ടമുള്ളൂ. എന്താ? അല്ല, ജ്യൂസ് മതി. ഒരു മുട്ട പപ്സ് കൂടെ. അല്ല, എനിക്കൊരു സംശയം, ഇതിനകത്ത് കോഴിമുട്ടയാണോ താറാമുട്ടയാണോ? അല്ല, കാടമുട്ട. എന്തൊക്കെ അറിയണം? അല്ല, എനിക്ക് കോഴിമുട്ടയായിരുന്നു ഇഷ്ടം. അത് കണ്ടപ്പോഴേ മനസ്സിലായി. എന്ത്? കോഴിയാണെന്ന്. കോഴി നിന്റെ അച്ഛൻ. എന്താ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, നല്ല പപ്സ്. സൂപ്പറാണല്ലോ. എത്രയായി? 45. കഴിഞ്ഞ തവണ വന്നപ്പോ 40 ആയുള്ളൂ. കോഴിമുട്ടയുടെ വില കൂടിയത് അറിഞ്ഞില്ലായിരുന്നോ? അയ്യോ, കോഴി എന്നോട് പറഞ്ഞില്ല. കണ്ണാടി നോക്കി ചോദിക്കാത്തെന്ത്? കണ്ണാടി നോക്കുമ്പോ അത്രയും ഞാൻ തന്റെ മുഖം കാണുന്നു. പൈസ അയച്ചില്ലേ? വന്ന വഴി വിട്ടോ? ഓ ശരി. ഞാൻ നാളെ വരാം. വേണമെന്നില്ല, ഇപ്പൊ വന്നത് തന്നെ ധാരാളം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഒരു മുട്ട പപ്സ് എടുക്കാനുണ്ടോ ചേച്ചി? എനിക്കറിയായിരുന്നു എന്റെ കോള് നോക്കിയിരിക്കുമെന്ന്. അത്രക്ക് ഇഷ്ടമാണോ? അതുകൊണ്ടൊന്നും. പിന്നെ ഇയാളെ വിളിച്ചാലല്ലേ പോലീസ് കേസ് കൊടുക്കാൻ പറ്റും. തെളിവ് കേട്ടോ? പോലീസ് കേസോ? അതെ, പോസ്കോ കേസ്. പോസ്കോ കേസോ? അതിന് ഇയാൾക്ക് 18 വയസ്സ് കഴിഞ്ഞല്ലോ. 18 വയസ്സ് കഴിഞ്ഞു. പറ്റിയത് എന്റെ ഫോൺ. പിന്നെ ഫോണാ. അവള് 10ാം ക്ലാസ് പഠിക്കുന്നെങ്കിൽ തൃപ്തിയായി. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. നാളത്തെ പ്രധാന വാർത്തകൾ. ബേക്കറിയിൽ വന്നിട്ടുണ്ടാവ് അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി അനിയത്തിയോട് ഫോൺ വിളിച്ച് അനാവശ്യമായി സംസാരിച്ചതിനെ തുടർന്ന് പോസ്കോ കേസിൽ പോലീസ് പിടി. അപ്പൊ നമുക്കിനി പോലീസ് സ്റ്റേഷൻ കാണാം. വേണമെന്നില്ല. അല്ല, ചേട്ടനിപ്പോ എവിടെയാ നിൽക്കണേ? ഞാൻ അമ്പലത്തിലാണ്. നട്ടുച്ചക്ക് ഏത് അമ്പലമാണോ? ഞങ്ങൾ എവിടെയൊക്കെ നട്ടുച്ചയ്ക്ക് അമ്പലം തുറന്നു വെക്കാറുണ്ട്. എന്തായാലും മനസ്സുരുകി പ്രാർത്ഥിച്ചു, ആരെങ്കിലും ഒക്കെ വിളി കേൾക്കാതിരിക്കില്ല. എന്റെ മുരുക. എന്തോ എന്നെ വിളിച്ചായിരുന്നോ? അത് നീ ഏതാടാ? മുരുകൻ. ഞാൻ ഭഗവാൻ മുരുകനെയാ വിളിച്ചത്. ഭഗവാൻ മുരുകനും ദൈവവും ഞാൻ തന്നെ. എന്താ ഉണ്ണിയുടെ പ്രശ്നം? ഒരു ചെറിയ പ്രശ്നം, ഒരു പോസ്കോ. ഈ ഭഗവാനെ കുറിച്ച് ഒരു കാര്യമില്ല. ചേട്ടാ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പോട്ടാ. എന്താ വഴി? പെരുവഴി. എഴുന്നേറ്റ് പോടോ. വെള്ളമാഴ്ച ബോധവും ഇല്ലാതെ. നീ കുടിക്കുന്നത് ധൈര്യമാണല്ലോ. ഹലോ ഹലോ, എന്നെ ചതിക്കല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താണെങ്കിലും ചെയ്യൂ. എന്ത് വേണോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വീട്ടിലോട്ട് പോവാ. എപ്പോ? രാത്രിയില? അവസാന രാത്രിയായിരിക്കും അത്. ആദ്യ രാത്രിയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തൊരു ജന്മ. ഹലോ, ഇതിനുള്ള മറുപടി ഞാൻ നേരിട്ട് തരാം. മോൻ അതേ നേരിട്ട് വാ. പാലക്കാട് വന്നിട്ട് നേരെ പോകുമ്പോ ഒരു പാലമുണ്ട്, അതിന്റെ അടിയിൽ കൂടെ കയറി പോയാ നീ കൂടെ കമ്പനി മൊബൈലല്ലേ ഇരിക്കണം. ഗൂഗിൾ പേ പോടാ. ഒന്ന് വേണം എനിക്കായിട്ടിരിക്കാൻ പോലെ പാലക്കാട് ഇതിനകത്ത്
എടാ, ഈ സമയത്ത് ചോദിക്കാൻ കൊള്ളാമോന്ന് അറിയില്ല, പക്ഷെ എന്നാലും ചോദിക്കാം. ആ ചേച്ചി അനിയത്തിക്ക് എത്ര പിള്ളേരുണ്ട്? എന്തായാലും 18 വയസ്സിനകത്തേ ഉള്ളൂ. എന്താ നീ ചോദിച്ചു? ഞാനെങ്കിൽ എനിക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നു. ചേട്ടാ ഒന്ന് ട്രൈ ചെയ്ത് എന്റെ ക്ഷീണം തീർന്നു. നിങ്ങൾക്ക് കാവൂരാണ്, കാവൂരെ കുറച്ച് ധൈര്യം വേണം. ഇതൊരുമാതിരി ധൈര്യം കൊണ്ടടാ, എന്നാലും ചെറിയൊരു ഒരു കാര്യം ചെയ്യണം, നമുക്ക് അതുവരെ ഒന്ന് പോയാലോ? നമുക്ക് പിള്ളേരുടെ ഡീല് കാണിച്ച് ആദ്യം കൊണ്ട് പടി. ധൈര്യം തല്ലുള്ള ഒരാളും കൂടെ വേണം. നീ കൂടെ വാ, നമുക്ക് പോയിട്ട്. ഒന്ന് പോടാപ്പാ. ഇവിടെ ആരെ കാണാനില്ല. ഓ എത്തിയോ? ഹായ് ആന്റി. ആടാ നിന്റെ ആന്റി? ഇവനേതാ? ഇതാണ് എന്റെ പൊന്നാര അനിയൻ. അതിന് മുട്ട വെക്കുന്നുണ്ടോ? ഓ ഇനിയും കോഴി തന്നെയാണോ? നിങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെയാണോ? എന്ത്? ഏയ് ഒന്നുമില്ല. ചേച്ചി ബൈ. ഇവന്റെ ഒരു ചായ ഇഷ്ടം